Alhamdulillah, Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafiyan wa amalan mutaqabbala, rizqan halalan tayyiba, quluban khashiyah. Amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuhu, my beloved sisters. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, ഉമ്മമാരെ, ഈ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ ഒരുപാട് ആളുകൾ ആപ്ലിക്കേഷൻ കൊടുത്തവർ പുറത്താണ്. അൽഹംദുലില്ലാ, അതിൽ കുറച്ച് പേർക്കാണ് ഗവൺമെന്റ് കോട്ടയിലും അല്ലാതെയൊക്കെ കിട്ടിയിട്ടുള്ളത്. അവരൊക്കെ പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുന്ന മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധി കൂട്ടുമാറാകട്ടെ. അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദുആകളെല്ലാം അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമായി തീരട്ടെ. ആമീൻ. പിന്നെ അറഫാ ദിനത്തിൽ ഒരു ഹാജിക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മഹനീയ ശുഭമുഹൂർത്തം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാനുള്ളതാണ് അല്ലെ. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അറഫ, അതായത് തിരിച്ചറിവുകേട് കൊണ്ട് ഇത് നഷ്ടപ്പെടുത്തിക്കൂടാ അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വിഷയം ചൂസ് ചെയ്തതും. അപ്പൊ ദയവ് ചെയ്ത് ഹാജിമാരായ ആളുകൾ ഇത് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ നിന്നിട്ട് കേൾക്കുക. കാരണം അവർ പോകാൻ അടുക്കും തോറും അവർക്ക് ഭയങ്കര ബിസി ആയിരിക്കും അല്ലെ. എല്ലാ കുടുംബക്കാരടുത്ത് പോയാല് പൊരുത്തപ്പെടിക്കല്, കണ്ട് പിന്നെ സലാം ചെല്ലലും അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ. അപ്പൊ അവര് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ പറ്റുന്നവര് മാക്സിമം കാണാൻ ശ്രമിക്കുക, അല്ലാത്തവര് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. വാട്ട് ഈസ് അറഫ? എന്താണ് അറഫ? ഇതൊരു സ്ഥലനാമമാണ് അല്ലെ. ഒരു സ്ഥലത്തിന്റെ, അറഫാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അല്ലെ. ഒരു സ്പെഷ്യൽ ഡേ ആണ്, ഒരു ദിവസത്തിന്റെ പേര് കൂടിയാണ് അല്ലെ. ഇസ്ലാമിൽ ഏതാനും കുറഞ്ഞ ദിവസങ്ങൾക്കാണ് പേരുള്ളത്. അതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഡേ ആണ് അറഫ. അൽ ഹജ്ജ് അറഫ, അതായത് അറഫ ഇല്ലെങ്കിൽ ഹജ്ജ് ഇല്ല അല്ലെ. ഹജ്ജ് എന്ന് പറയുന്നത് തന്നെ അറഫയാണ്. ഈ സ്ഥലത്തിന്റെ പേരിൽ 3-4 അസലുകൾ, അതിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ കേൾക്കാം. പക്ഷെ അവര് ഒന്ന് മാത്രം പിന്നെ വിശദീകരിക്കാം. ഒരുപാട് സംസാരിക്കുമ്പോൾ ഈ അറഫയിൽ നാം എന്ത് ചെയ്യണം എന്ന വിഷയത്തിൽ നിന്ന് നാം അകന്നു പോകും ഇൻഷാ അല്ലാഹ്. ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാകുന്നു യൗമു അറഫ അല്ലെ. അൽ ഹജ്ജു അറഫ, അറഫ സംഗമം വെരി വെരി ഇമ്പോർട്ടന്റ് ആണെന്ന് വേണം പറയാ അല്ലെ. അറഫയിലെ നൃത്തമില്ലെങ്കിൽ ഹജ്ജ് ഇല്ല. നൃത്തം എന്ന് വെറുതെ പറയാൻ കേട്ടോ. അവിടെ നല്ല എന്താ പറയാ, തുണി കൊണ്ട് കെട്ടിയിട്ടുള്ള പന്തലും മുസല്ലിയൊക്കെ ഉണ്ടാവും. കിടക്കയിരിക്കുകയൊക്കെ ചെയ്യാം അല്ലെ. അറഫ ഇല്ലെങ്കിൽ ഹജ്ജ് ഇല്ല അല്ലെ. മീനായിൽ നിന്ന് സൂര്യോദയത്തിന് പുറപ്പെടുന്നവർ ളുഹറിന് മുമ്പേ അവിടെ എത്തും. ളുഹർ നിസ്കാരം, അതായത് ജുമാക്ക് ശേഷം മഗ്‌രിബ് വരെയാണ് ഈ അറഫയുടെ സമയം അല്ലെ. ളുഹറിന് ശേഷം മഗ്‌രിബ് വരെ. അപ്പം ഈ അറഫയിൽ വന്നിട്ടില്ലെങ്കിൽ അവന് ഹജ്ജില്ല എന്നാണ് പറയുന്നത്. അതായത് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ICU പേഷ്യൻസിനെ വരെ മൊബൈൽ ICUയിൽ കൊണ്ടുവന്നിട്ട്, ആംബുലൻസിൽ കൊണ്ടുവന്നിട്ട് അറഫയിൽ നിർത്താറുണ്ട്. അത്ര പോലും അറഫ വിട്ടുപോകാൻ പാടില്ല. അറഫ എന്ന് പറയുന്നത് ഹജ്ജിന്റെ ഏറ്റവും സുപ്രധാന കർമ്മങ്ങളിൽ ഒന്നാണ് അല്ലെ. അറഫയിൽ വെച്ച് ഹാജിമാർക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അല്ലെ. ഇൻഷാ അല്ലാഹ് ലെറ്റ് us explain ടോപ്പിക് അല്ലെ. ആ വിഷയാവതരണത്തിന് മുമ്പായി 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതായത് കഴിഞ്ഞ ആഴ്ചയിലെ ഹാജിമാർ അസീസിയയിലെ എങ്ങനെ യാത്രാ, ഭക്ഷണം, അമലുകൾ എന്ന വിഷയത്തെ കുറിച്ച് നടന്ന ക്ലാസ് ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടു. 10,000 ആളുകളിലേക്ക്. എല്ലാവരും തന്നെ അൽഹംദുലില്ലാഹ് നല്ല റിപ്ലൈ, നല്ല റിവ്യൂസ് ഒക്കെ തന്നു. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ കണ്ടു എന്നറിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട് അല്ലെ. സർവശക്തനായ അള്ളാഹുവിനും അത് എത്തിച്ചു കൊടുത്ത സഹോദരിമാർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. അപ്പൊ ഹജ്ജ് മാസം പ്രമാണിച്ച് 2 ടോപ്പിക്സ് ആണ് ഉള്ളത്. ഒന്ന് ഹാജിമാര്, കുറേ ടോപ്പിക്സ് ഉണ്ട്. അതിൽ ഒന്ന് ഹാജിമാര് അറഫയിൽ എന്ത് ചെയ്യും. രണ്ടാമത്തത് നാട്ടിലുള്ള നോൺ ഹാജിമാര് അല്ലെ, നമ്മളെ പോലെ ഹജ്ജിന് പോകാത്ത നാട്ടിലുള്ള ആളുകൾക്ക് എന്താണ് ചെയ്യാനുള്ളത്. അതും ഒരു വിഷയമാണ്. അതൊരു വലിയൊരു ഫുൾ ക്ലാസ് ആക്കിയിട്ട് എടുക്കണം ഇൻഷാ അല്ലാഹ്. അത് എടുക്കാമെന്ന് അടുത്ത ആഴ്ചയിലിട്ട് എടുക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ ഹാജിമാരെ ക്ലാസ് ആണ് പറയാൻ പോകുന്ന അറഫയെ കുറിച്ച്. ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത സത്യവിശ്വാസികളെ അർഹമുറാഹിമീനായ കാരുണ്യക്കടലായ സകല സൃഷ്ടികളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നല്ല ജലാലായ
അള്ളാഹുവിന്റെ ഒട്ടനവധി പുണ്യങ്ങൾ, ദിക്റുകൾ, അമലുസ്വാലിഹാത്തുകൾ, നോമ്പുകൾ ഈ 10 ദിവസം കൊണ്ട് മുഖരിതമാക്കണം. ഇൻഷാ അല്ലാഹ് ഈ 10 ദിവസങ്ങൾ നമ്മൾ അമല് ചെയ്യണമെങ്കിൽ അതിനുള്ള മുൻപേ ദിവസങ്ങൾ നമ്മൾ റമദാനിൽ നനച്ചുകുളി കഴിച്ച് ഒരുങ്ങും പോലെ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് അല്ലെ. ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പൊ ഈ ആഴ്ചയിൽ സ്പെഷ്യാലിറ്റി ഓഫ് അറഫ, അറഫയുടെ പ്രത്യേകത എന്താണ് അല്ലെ. അറഫ മീൻസ് തിരിച്ചറിഞ്ഞു, അതായത് തിരിച്ചറിവ്, തിരിച്ചറിയൽ എന്നാണ് ഈ അറഫ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അറഫയെ കുറിച്ച് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അല്ലെ. ഒട്ടനവധി സവിശേഷതകൾ കൊണ്ട് അതിൽ ഒരുപാട് സവിശേഷതകൾ ഉണ്ട് ഈ പേര് വന്നതിനൊക്കെ. അതിലൊരു കാര്യം ഞാൻ വിശദിക്കുക, ഒരു കാര്യം വിശദിക്കുകയാണെങ്കിൽ, നമ്മുടെ ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാം നമ്മുടെ ഉമ്മ ഹവ്വ ബീവിയെയും അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ നിന്ന് വലാ തഖറബു ഹാദിഹി ശജറത വതകൂനാ മിനൽ വാലിമീൻ അല്ലാഹു പറഞ്ഞ മരത്ത് പോയി കായ് പറിച്ചത് കൊണ്ട് അവരെ സ്വർഗത്തുനിന്ന് പുറത്താക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ പുറത്താക്കിയപ്പോ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. അപ്പൊ അവർ കണ്ടുമുട്ടിയ സ്ഥലത്താണ് അറഫ. തിരിച്ചറിഞ്ഞു അല്ലെ, ഭൂമിയിൽ മറ്റാരുമില്ല, ഉടുതുണിക്ക് മറുതുളിയില്ല, വെറും ചെടികളും പിന്നെ ഇലകളും വസ്ത്രമാക്കിയിട്ട് അവർക്കറിയാം ഇത് നഗ്നതയാണ്, ഇത് ആരും കാണാൻ പറ്റൂല എന്നല്ലേ. അങ്ങനെ അല്ലെ പിന്നെ പൊത്തിമറിച്ചൊക്കെ നടന്ന് പിന്നെ കേറിക്കിടക്കാൻ ഇടമില്ല, കരണ്ടില്ല, വെള്ളമില്ല, മിക്സി ഇല്ല, ജ്യൂസ് ഇല്ല, അടുക്കള ഇല്ല, സഹോദരി സഹോദരന്മാരില്ല, ആരും ഇല്ല അല്ലെ. വല്ലാത്തൊരവസ്ഥയില. അപ്പൊ അങ്ങനെ അവരെ ഭൂമിയിലേക്ക് അയച്ചിട്ട് അവർ കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ. അവര് തമ്മിൽ കണ്ടപ്പോ എത്രയോ സമയങ്ങളോളം ആലിംഗനത്തിലായിപ്പോയി, നല്ല സന്തോഷം കൊണ്ട് എന്നൊക്കെ ഹദീസുകൾ കാണാം അല്ലെ. അപ്പം ഒരു മനുഷ്യൻ, സത്യവിശ്വാസികൾക്ക് ഒരിക്കൽ മാത്രം വീണ് കിട്ടുന്ന ഒരു അസുലഭ സന്ദർഭമാണ് അറഫ സംഗമം. മറ്റു ചിലർ മേ ബി ഹജ്ജ് വീണ്ടും വീണ്ടും ചെയ്തേക്കാം, എന്നിരുന്നാലും പലർക്കും ഇതൊരൊറ്റ ചാൻസേ ഉണ്ടാവും അല്ലെ. ഇറ്റ് ഈസ് എൻ അൺഫോർച്ചുനേറ്റ് പിന്നെ അതായത് ഇത് പിന്നെ അസുലഭമായിട്ട് കിട്ടുന്ന നമുക്കൊരു ഉത്തമ ഒരു സന്ദർഭമാണ്. സോ നെവർ ലൂസ് ഇറ്റ്. അതുകൊണ്ട് നമ്മൾ ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് അല്ലെ. ആ മഹനീയ സുദിനത്തിൽ ഒരു ഹാജിയുടെ റോൾ എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വർഷങ്ങളിൽ ഏറ്റവും നല്ല ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ, മാമിൻ അയ്യാമിൻ അൻ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ 10 ദിവസങ്ങളോളം ഇഷ്ടപ്പെട്ട മറ്റൊരു ദിവസവും ഇല്ലെന്ന് കാണാം അല്ലെ. യാ റസൂലുള്ളാഹി വല ജിഹാദ് ഫീ സബീൽ. അപ്പൊ സ്വഹാബികൾ ചോദിക്കും, ജിഹാദോ യാ റസൂലുള്ളാ, അപ്പൊ ജിഹാദോ? ഹജ്ജ് പിന്നെ ഈ 10 ദിവസം വലിയ ഇഷ്ടമാണെങ്കിൽ ജിഹാദ് ഇഷ്ടല്ലേ? അപ്പൊ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ മറുപടി പറയാണ്, വല ജിഹാദു ഫീസ്, ജിഹാദും ഇല്ല, ഇല്ല റജുലു ഹറജ ബിനഫ്സി വമാലിഹി ഫലം യർജിഅ മിൻ ദാലിക ബിശൈഇൻ. അതായത് ഒരാള് അവന്റെ ധനവും സമ്പത്തും ആരോഗ്യവും ഒക്കെ കൊണ്ട് ജിഹാദിന് പോയിട്ട് ഒന്നുമില്ലാണ്ട്, വെറും ഒന്നുമില്ലാണ്ട് മരിച്ചു പോയാൽ ആ ജിഹാദ് മാത്രമേ ഈ 10 ദിവസത്തെക്കാൾ ഇഷ്ടപ്പെടൂ. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡേയ്സ് ആണ് ഈ 10 ദിവസങ്ങൾ അല്ലെ. അത്രയ്ക്ക് മഹത്വമേറിയ, ഈവൻ റമദാനിലെ പകലുകൾക്ക് പോലും ഇത്ര മഹത്വമില്ല അല്ലെ. അഫ്ളലു അയ്യാം എന്നാ പറയുന്നത്, അതായത് ആയിട്ടുള്ള ഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ. ആ മഹനീയ സുദിനത്തിൽ അല്ലെ നോൺ ഹാജിമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അർഹമുറാഹിമീനായ നാഥൻ, അതായത് ഹാജിമാർക്ക് ഒരുപാട് പുറത്തു കൊടുക്കുകയും ലക്ഷക്കണക്കിന് പ്രതിഫലം ഹറമിൽ നിന്ന് നിസ്കരിച്ചതിന് കൊടുക്കുകയും, മയ്യത്ത് നിസ്കാരത്തിനും ഹദമലകളോളം പ്രതിഫലം, ഓരോ വഖത്ത് നമസ്കാരത്തിനും എത്രയോ വഹദുമലകളുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ റഹീമീനായ നാഥൻ നമ്മളെ വിട്ടില്ല, നമ്മളെ കൈയൊഴിഞ്ഞില്ല അല്ലെ. നമുക്കും പകലിലെ അധ്വാനത്തിന് ഒരുപാട് പ്രതിഫലം ഓഫർ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്ക് വളരെ അതായത് ഈ അറഫ ദിനത്തിലെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല ദിവസം, അഫ്ളൽ അയ്യാമാണത് പിന്നെ അറഫ ദിവസം അല്ലെ.
ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല, അവൻ ഏകനാണ്, അവൻ പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്കു, അവനാണ് പരമാധികാരം, സർവാധികാരം അല്ലെ. വലഹുൽ ഹംദു, അവന് തന്നെയാണ് സർവസ്തുതി. യുഹ്യീ വയുമീതു, അവൻ തന്നെയാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവൻ. അത് അള്ളാഹു തന്നെ അള്ളാഹുവിനെ കൊണ്ട് ഇങ്ങനെ പറയാണ് അല്ലെ. അറഫയിലുള്ള പ്രാർത്ഥന ളുഹർ മുതൽ മഗ്‌രിബ് വരെയാണ്. അതായത് അതിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സമയം ളുഹർ നിസ്കാരം മുതൽ മഗ്‌രിബ് വരെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനും ഇത്രയും നല്ലൊരു ദിവസം വേറെ ഇല്ല എന്ന് വേണം പറയാൻ അല്ലെ. അത്രക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വേറൊരു ദിവസം ഇല്ല എന്ന് വേണം പറയാം. ആ ദിവസത്തിൽ തന്നെ ഏറ്റവും അഫ്ളൽ ളുഹർ മുതൽ മഗ്‌രിബ് വരെയാണ്. അതായത് അറഫയിൽ തന്നെ വലിയൊരു പള്ളി കാണാം നമുക്ക്. അതിനാണ് നെമീറ പള്ളി എന്ന് പറയുന്നത് അല്ലെ. ളുഹർ നമസ്കാരത്തിനായി ബാങ്ക് വിളിച്ചാൽ നമ്മൾ ഒരു ബാങ്കും 2 ഇഖാമത്തും കൊടുത്ത് ളുഹർ 2ഉം അസർ 2ഉമായിട്ട് നമസ്കരിക്കും. എന്തിനാ അങ്ങനെ നമസ്കരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ളുഹറിന് ശേഷം നമുക്ക് അവിടെ നിസ്കാരത്തിന് പോലും എല്ലാ സമയത്തും നിസ്കാരത്തിനെ മുൻകടത്തുന്ന നമ്മൾ ആ സമയത്ത് പ്രാർത്ഥനക്കാണ് നിസ്കാരത്തേക്കാൾ, അതായത് അസർ വരെ ളുഹറിന്റെ സമയത്ത് നമസ്കരിച്ച് വെക്കുകയാണ് അല്ലെ. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യന്നെ ഈ ജുമാ അവിടെ ഒരു ജുമാ നടക്കും. ആ ജുമാ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുആ തന്നെ അല്ലെ. നാം അവിടെ വെറുതെ ഇരിക്കുകയല്ലേ, പിന്നെ എന്തിന് ജമാക്കുന്നതെന്ന് ചിലർ ചോദിച്ചേക്കാം അല്ലെ. ഇബ്രാഹിം മില്ലത്തിന്റെ മാതൃക ഫോളോ ചെയ്യുന്നവനാണ് നമ്മൾ അല്ലെ. സല്ലല്ലാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാം എങ്ങനാണോ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ കാട്ടിത്തന്നത് അതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുക. അതിന്റെ അപ്പുറം ഒരു ഹജ്ജിന് ഒരു മാതൃക, ഒരു ഫോളോ അപ്പ് നമുക്കില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് ജമ്മും കസറാക്കി തന്നെ നമസ്കരിക്കണം അല്ലെ. അറഫയിലെ നൃത്തം കംപ്ലീറ്റ് ദുആ ചെയ്യാനുള്ള അല്ലെ, ദുആ തന്നെ അല്ലെ. അറഫാത്ത് നമ്മിൽ അതായത് അറഫാത്ത് സ്ഥലത്തുള്ള ദുആ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസർ സമയത്ത് നമസ്കരിക്കാതെ ആ സമയം കൂടി നമ്മൾ ദുആ ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ ദുആയുടെ ബുക്കുകളൊക്കെ എസ്പെഷ്യലി കരുതി വെക്കുക. മിനാലേക്ക് പോകുമ്പോൾ മിനേന്നാണല്ലോ നമ്മൾ അറഫയിലേക്ക് പോവുക. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരുപാട് ദുആകളോടൊപ്പം തന്നെ ദുആകളുടെ ബുക്കിൽ ഒരുപാട് കണ്ടന്റ്സ് ഉള്ള ദുആകൾ ഉണ്ടാവില്ലേ. പ്രവാചകന്മാർ പ്രാർത്ഥിച്ച ദുആകൾ, അതും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ. ലോകത്തിലെ ഏറ്റവും മഹത്വമേറിയ ദിവസമാണ് അഫ്ളൽ യൗമ, വേറെ ഇല്ല എന്ന് വേണം പറയാൻ. അതിനേക്കാൾ നല്ലൊരു ദിവസം വേറെ ഇല്ല. അറ്റ് ദ സെയിം ടൈം അന്നത്തെ ദിവസം ഉത്തരം കിട്ടുന്നത് പോലെ മറ്റൊരു ദിവസവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയും ഇല്ല അല്ലെ. അതായത് പിന്നെ ഒരു ബാങ്ക് കൊടുത്ത് 2 ഇഖാമത്തും കൊടുത്തിട്ട് 2ഉം കൂടെ ഒന്നിച്ച് നിസ്കരിക്കുന്നു. അതേ ദ സെയിം ടൈം നെമിറ പള്ളിയിൽ ഒരു ജുമായും ഖുതുബയും ഒക്കെ ഉണ്ടാവും. ആ ഖുതുബയുടെ പരിഭാഷ ടെന്റിൽ വെച്ച് നമുക്ക് കേൾക്കാം. ടെന്റ് മീൻസ് ഒരു 4 കാലുമേൽ പിന്നെ ഒരു തുണി കൊണ്ടുള്ള ടെന്റാണ്. പലരും പോയവരൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമുക്കറിയാം അല്ലെ. അത് വല്ലാത്തൊരു നിർത്താണ് ആ സ്ഥലത്തില്. അവിടെ കുറെ ടോയ്ലറ്റ്സ് ഒക്കെ അതും ഉണ്ടാവും. പക്ഷെ എത്രമാത്രം ആളുകളാണ് ഹജ്ജിന് പോയ കംപ്ലീറ്റ് ആളുകൾ അവിടെ ഉണ്ടാവും അല്ലേ. അവിടെ വരുന്ന പണ്ടൊക്കെ നമ്മളെ ഉപ്പയൊക്കെ പോകുന്ന കാലത്ത്, ഉപ്പ കപ്പല്ല പോയത്, ആ കാലത്തൊന്നും നേരാം ചൊവ്വേ ഭക്ഷണം ഉണ്ടാവില്ല, നടക്കുകയും വേണോ, ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒന്നല്ല, ബിരിയാണിയും ഭയങ്കര ഭക്ഷണവും കുറെ ഓറഞ്ചും ജ്യൂസും പെപ്സി അങ്ങനത്തെ ഒക്കെ പല സാധനങ്ങളും ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അതുകൊണ്ട് ഫുഡ് ഇല്ലാത്ത ക്ഷീണം ഉണ്ടാവില്ല, ഫുഡ് കഴിച്ചിട്ടുള്ള ക്ഷീണേ വരാൻ ചാൻസ് ഉള്ളൂ. അതാണ്. അപ്പോ ഓരോ രാജ്യക്കാർക്കും ഓരോ ദേശക്കാർക്കും അവിടെ പ്രത്യേകം വലിയ വലിയ ടെന്റുകൾ ഉണ്ട് അല്ലെ. ആ ടെന്റുകളിൽ ഇരുന്ന് ദുആ ചെയ്ത് അല്ലേ ഒരുപാട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ളുഹറിന്റെ സമയം ഒരു 1.5 മണിക്ക് ചോറ് കഴിഞ്ഞ് 2 മണി മുതൽ 6 മണി വരെ നമുക്ക് ദുആക്ക് കിട്ടുന്ന ഒരു ഓഫറാണ്. ദുആ ചെയ്യാനുള്ള ഒരു അസുലഭ മുഹൂർത്തമാണ്. അതും കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോട് നമ്മളെ പാപമോചനം. അപ്പൊ നമ്മൾ പാപമൊക്കെ അല്ലാഹു പുറത്തു തരും. പക്ഷെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇടപാടുകളിലോ വർത്താനങ്ങളിലോ പൈസന്റെ കേസിലോ ഫിത്ന പറഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ആൾക്കാരോട് തന്നെ പൊരുത്തപ്പെടിക്കണം. അതുകൊണ്ടാണ് ഈ ഉംറക്കും ഹജ്ജിനൊക്കെ പോകുന്ന ആളുകളെ കാണുമ്പോഴൊക്കെ പൊരുത്തപ്പെടണേ എന്ന് പറയുന്നത്. അപ്പം പോകാത്ത നാട്ടിലുള്ളവർ പറയും നിങ്ങൾ നമുക്കും പൊരുത്തം. ഓൽക്കും അതൊരു ഓഫറാണ്. ഓല കണക്കോ അവിടെ വെച്ചാൽ ഡീറ്റെയിൽ ക്ലോസ് ആവും അല്ലെ. അപ്പൊ അത് പലരും അങ്ങനെ ഹജ്ജിന് പോകുമ്പോൾ അതൊരു ഒഫീഷ്യൽ ടൂർ മാതിരി ഒരു എന്താ പറയാ ഒരു ഒരു സാധാരണ പോക്ക് പോലെ അത് കാര്യമായിട്ട് ഗണിക്കാറുമില്ല. അങ്ങനെ മാപ്പ് ചോദിക്കലൊന്നുമില്ല. ഈ മാപ്പൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ഇടപെടലിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരും അല്ലെ. അതായത് ആളുകളുമായിട്ടുള്ള എല്ലാ കണക്കുകളും ഇങ്ങനെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുമായിട്ടുള്ള കണക്കാണ്. അത് അള്ളാഹു എന്തായാലും പുറത്തു തരും. ഇങ്ങനെ കരഞ്ഞ് കലങ്ങി അല്ലെ. ഹൈറു ദുആ യൗമുൽ അർഫ. ഹൈറു ദുആ ഏറ്റവും നല്ല ഉത്തമമായ ദുആ അറഫയിൽ അഫ്ളൽ ദുആ എന്ന് പറയുന്നു, ഹൈറു ദുആ എന്ന് പറയുന്നു, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് തരൂ എന്ന് പറയുന്നു അല്ലെ. അങ്ങനത്തെ ഒരു ദിവസമാണ് അല്ലെ. മഗ്‌രിബ് വരെ അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. അന്നേ ദിവസം എന്തൊക്കെ പ്രാർത്ഥിക്കാനുണ്ടോ അതൊക്കെ പ്രാർത്ഥിക്കണം അല്ലെ. പ്രാർത്ഥനയിൽ പിശുക്ക് കാനൽ ഇൻസാനു കത്തൂറാന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രാർത്ഥനക്കും പിശുക്കാണ് അല്ലെ. നമ്മൾ എന്ത് പണിയാ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കും അല്ലെ. പ്രാർത്ഥിക്കുന്ന സമയം കൂടി നമ്മൾ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കുക. നിങ്ങൾ നിന്റെ മോന്റെ ജോലിന്റെ കാര്യം തോർക്കണേ, എന്റെ മോളെ എൻട്രൻസ് എഴുതിയിട്ടുണ്ട് അവിടെ ഒക്കെ സെലക്ഷൻ കിട്ടാതെ തോർക്കണം, നമ്മൾ വേറെ ആരെങ്കിലും ഏൽപ്പിക്കും. പക്ഷെ നമ്മൾ ശരിക്കും ദുആ ചെയ്യല. പക്ഷെ ഇവിടെ അതല്ല, നമ്മൾ തന്നെ കൈകൾ ഉയർത്തി കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് സിൻസിയറായിട്ട് ദുആ ചെയ്യണം, ആത്മാർത്ഥമായിട്ടില്ലേ. അത് അന്ന് ഹാജിമാർ എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് ആ പ്രാർത്ഥിച്ച കാര്യങ്ങളും അള്ളാഹു ചെയ്തു കൊടുക്കും. അവർ മറ്റാർക്കെങ്കിലും വേണ്ടി ദുആ വസിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതും അള്ളാഹു സ്വീകരിക്കുന്നതാണെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹജ്ജിനോ ഉംറക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മോട് ആവശ്യപ്പെടും അല്ലെ, നിങ്ങളൊന്ന് ദുആ ചെയ്യണേ നിങ്ങളില്ല. അപ്പൊ ഞാനൊക്കെ അത് വെച്ചാല് ഫോണിൽ ഉണ്ടെങ്കിലും ഒരു കാർഡിൽ എഴുതി വെക്കും. കാർഡിൽ എഴുതുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. അത് കുറെ കാലം കഴിഞ്ഞിട്ട് നോക്കാം അല്ലെ. കാർഡിൽ എഴുതി വെച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ദുആ ചെയ്യും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ്, ചിലര് ഭർത്താവിന്റെ കേസ്, ചിലര് കുട്ടികളെ കേസ്, ചിലര് വീടാവാത്തത്, ചിലര് പിന്നെ ജോലി കിട്ടാത്ത, അങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. സീക്രട്ട് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവും, ചില പറയാത്ത കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഇഞ്ഞാള് പറഞ്ഞതാണ് അള്ളാഹു ഇനി അവർക്ക് പുറത്തു കൊടുക്കണേന്ന് നമ്മൾ ഇങ്ങനെ ദുആ ചെയ്ത് കൊണ്ടിരിക്കും അല്ലെ. ഞാൻ ഹജ്ജിന് പോയ സമയത്ത് 2014 ഇതിനെ കുറിച്ചൊന്നും വലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ അക്കാലത്ത് യൂട്യൂബും മറ്റേ ഇതൊന്നും ഒരുപാട് അവൈലബിൾ ആയിരുന്നില്ല അല്ലെ. ഫേസ്ബുക്കും കാര്യങ്ങളും ഒന്നും അന്ന് ഇങ്ങനെ ഇത്ര ഒന്നും അവൈലബിൾ അല്ല. അത് ക്ലാസ്സുകളും ഇനി മാത്രം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം പറയാണ്, ഇങ്ങനെ കണ്ട ദുആകൾ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ, എന്തെല്ലാം നിസാര കാര്യങ്ങൾ വരെയുണ്ട്. ഇപ്പൊ നമ്മൾ അടുക്കളയിലെ വാർപ്പിലേക്കുള്ളതും അപ്പൊ നമ്മളേക്ക് അതൊക്കെ എന്തിനു പറയാനായി ചെറിയല്ല. അള്ളാഹു പറയുന്നത് എന്താ, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയത് പോലും എന്നോട് പറയുക അല്ലെ. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാം ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് പോകണം അല്ലെ. അല്ലെങ്കിൽ ഫോണിൽ മെസ്സേജ് ആയിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ പിന്നെ ടെക്സ്റ്റ് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കൈകൊണ്ട് എഴുതാം. പല രീതിയിലും പല ഫോർമാറ്റിലും എഴുതാം. അങ്ങനെ എഴുതി കൊണ്ടുപോകാം അല്ലെ. ഞാനൊക്കെ കാർഡിൽ എഴുതി കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നാൽ ആ കാർഡ് പരിശോധിക്കും, എന്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സാധിപ്പിച്ചു തന്നു. എന്നിട്ട് അള്ളാഹുവിന് വീണ്ടും വീണ്ടും സ്തുതി പറയാൻ വേണ്ടിയിട്ട് ആ കാർഡ് ഇടക്കിടക്ക് നോക്കും അല്ലെ. ഇത് പറയാൻ കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഒരു ബുക്കിൽ എൻ്റെ കുറേ ദുആകൾ 200ഓളം കാര്യങ്ങൾ, അതായത് ഈ പിന്നെ ഒതന്റിക് ദുആകൾ അല്ലാണ്ട് എൻ്റെ നാടൻ ഭാഷയിലുള്ള എൻ്റെ ആവശ്യങ്ങൾ ഞാൻ എഴുതിയിരുന്നത്. ആ ബുക്ക് ഞാനിപ്പോ ഒരു 1 മന്ത് ഉംറക്ക് പോകുമ്പോൾ എനിക്കത് ഇവിടെ വെച്ച് മറന്നുപോയി എന്ന് മാത്രമല്ല, പിന്നെ ഫോണിൽ ഫീഡ് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയതുമില്ല. അതേസമയം മറ്റുള്ളവർ ആരൊക്കെയോ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത് അവരുടെ ദുആകളൊക്കെ കൃത്യമായിട്ട് ഞാൻ ദുആ ചെയ്യുകയും ചെയ്തു. അപ്പൊ എൻ്റെ ഈ ദുആ ബുക്ക് ഇവിടെ ആയിപ്പോയത് എനിക്ക് ഭയങ്കര മിസ്റ്റേക്ക് ആയിപ്പോയി, കെയർലെസ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ എൻ്റെ എത്രയോ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഇപ്പോൾ നാട്ടിലെത്തി വായിച്ചു നോക്കുമ്പോൾ ഞാൻ പഠിച്ചോനെ ഈ ഒരൊറ്റ ദുആ പോലും ഞാൻ അവിടുന്ന് ചെയ്തില്ലാലോ. ദുആന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഇന്ന് ദുആ ചെയ്യുമ്പോഴേക്കോ എനിക്ക് ഓർമ്മ ഉണ്ട് അല്ലെ. ഇന്ന് ദുആ ചെയ്താവില്ല, നാളെ ആവില്ല വേറൊന്ന്, മറ്റന്നാൾ വേറൊന്ന്, അങ്ങനെ ദിവസം നമ്മൾ ദുആ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആദ്യം പറഞ്ഞ ദുആകൾ പോലും ഓർമ്മ ആകുമ്പോ എഴുതി ഒരു പുസ്തകത്തിലോ ഫോണിലൊക്കെ വെച്ചാല് നമുക്ക് അവിടുന്ന് കൃത്യമായിട്ട് ദുആ ചെയ്യാൻ പറ്റും അല്ലെ. മാത്രവുമല്ല ഹാജിമാർക്ക്
തിരിച്ചു വന്നുകൊണ്ട് അതൊന്ന് പറയാന്ന് വിചാരിക്കാൻ അത് പറ്റൂലല്ലോ അല്ലെ. അവിടുന്ന് പറയുന്ന ഒരു ഫളായിലൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നിങ്ങൾ സീരിയസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് റൂമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹറമിൽ വെച്ചിട്ടോ എവിടെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് കേൾക്കാം അല്ലെ. അല്ലാണ്ട് ഡൗൺലോഡ് ചെയ്താൽ അല്ലാണ്ട് കേൾക്കാൻ പറ്റൂല. പിന്നെ മറ്റൊരു കാര്യം, ഈ വീഡിയോന്റെ കൂടെ തന്നെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് അല്ലെ. ചില പ്രത്യേക സമയങ്ങളിൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഈ സ്ഥലങ്ങളിൽ സമയങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ആ സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ദുആ ചെയ്തേക്കണം. പിന്നെ ആ ദിവസത്തെ മറ്റു മഹത്വങ്ങൾ എന്തെല്ലാം നോക്കാം. അതായത് പ്രാർത്ഥന തന്നെ ഹൈറു ദുആ യൗമുൽ അറഫ, അതായത് പിന്നെ യൗമുൽ അറഫന്റെ ദിവസം ഭയങ്കര ദുആ ആണ്. ആ ദുആ എന്തെല്ലാം കാര്യങ്ങൾ നമുക്കെല്ലാം ദുആ ചെയ്തല്ലേ. നമ്മൾ വകാനൽ ഇൻസാനു ഖതൂറ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ കുറേയൊക്കെ വിഴുങ്ങും, കുറേ ഒന്നും പറയൂല അള്ളഹാനോട് അല്ലേ, മനസ്സിൽ വിചാരിക്കുള്ളൂ. അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും. ഒന്നാമതും നമുക്ക് നിസ്കാരത്തിൽ ഖുശൂ കിട്ടാനും മരിക്കോളൂ അല്ലേ, മരിക്കുന്ന അന്ന് വരെ വുളു എടുക്കാനും കുളിക്കാനും നമ്മളെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ കുളിക്കാനും ഇത് കൂട്ടണ റബ്ബേ. അതായത് ആസ്പത്രിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി അവിടുന്ന് ഇങ്ങോട്ട് ഫുട്ബോൾ തട്ടും പോലെ ഒരു രോഗിനെ തട്ടുന്ന അവസ്ഥകളൊന്നും ഇനി ഉണ്ടാകല്ല റബ്ബേ. വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് ഇനി കാത്തു രക്ഷിക്കണ റബ്ബേ. ഇങ്ങനെ 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 കുറേ എഴുതി തന്നെ പോകണം അല്ലെ. ഈച്ച് ആൻഡ് എവ്രി കാര്യങ്ങളൊന്നും പോകരുത്. എല്ലാം നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെ പ്രാർത്ഥിച്ചിട്ട്, അത് ഞങ്ങളെ അടുത്ത വീട്ടില് ഒരു 5 പെൺകുട്ടികളെ പ്രസവിച്ചിട്ട് അവർ ഹജ്ജിന് പോയി. അപ്പൊ 6ാമത്തത് അവർക്ക് മോനെ കിട്ടി. അവര് പറയും ഹജ്ജിന് പോയിട്ട്. അതുപോലെ ഞാൻ 3 പെൺകുട്ടികളെ പ്രസവിച്ചിട്ട് വിഷക്കന്റെ ഉപ്പ ഹജ്ജിന് പോയിട്ട് ഉപ്പര് ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ മോനെ പ്രസവിച്ചത്. അപ്പൊ ഉപ്പ പറഞ്ഞത് ഞാൻ ദുആ ചെയ്തിട്ടാണ് മോനെ പ്രസവിച്ചതെന്നറിയാം. മേ ബി ആയിരിക്കാം അല്ലെ, ആ ദുആ അവിടുത്തെ ദുആ സ്വീകരിച്ചതായിരിക്കാം. അപ്പൊ ഒന്നും നടക്കൂല എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെ ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് കലങ്ങി വളരെ വിഷമത്തോടു കൂടി നമ്മളെ പാപം പൊറുക്കാനോ നമുക്ക് സ്വർഗം കിട്ടുന്ന ആ മനസ്സോടു കൂടി നമ്മൾ വളരെ കൃത്യമായിട്ട് ദുആ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. എന്തെല്ലാം ദുആ ചെയ്യാ, സ്വർഗത്തിലെ പ്രവേശനം അല്ലെ, നരകത്തിനെ തൊട്ട് കാവൽ, ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാനും, അശറയിലെ നൃത്തം അല്ലെ, വിചാരണ, ഖബറിലെ ശിക്ഷകൾ അല്ലെ. പിന്നെ എന്റെ തഹജ്ജുദിന്റെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ വാങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ്. ഒരു വാങ്ങുക മാത്രമല്ല, വാങ്ങിയിട്ട് ഒരുപാട് ആളുകൾക്ക് അവർ സപ്ലൈ ചെയ്യുകയും വെറുതെ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ബുക്കാണ്. ആ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ 80% നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജിൽ ഒരുപാട് ദുആയുടെ കാര്യങ്ങളൊക്കെ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ പറ്റുമെങ്കിൽ ആ ദുആയും മറ്റേ അഫ്ളലു ദുആയും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കും. കാരണം അതിൽ പ്രവാചകന്മാരുടെ ദുആകളും അള്ളാഹു ഓതന്റിക് ആയിട്ട് ഇറക്കിയിട്ടുള്ള ദുആകളുമാണ്. അതിന് നമ്മൾ ദുആ ചെയ്യുന്നതിനേക്കാളും പവർഫുൾ ആണ്. അതും ഒക്കെ ഫുള്ള് ദുആകളെ ബുക്കും അന്നേരം കവറപ്പ് ചെയ്യുക അല്ലെ. ഈവൻ നമ്മൾ കിച്ചണിലെ ക്യാബിനറ്റ് ചീത്തായിട്ടുണ്ട്, കുറെ കൊല്ലായി, അത് മാറ്റണമെങ്കിൽ അതൊക്കെ എന്താ അള്ളഹാനോട് പറയാൻ, അതൊക്കെ അള്ളാഹ്ക്ക് അറിയില്ലേ എന്നാണ് നമ്മളൊരു തോട്ട് പാറ്റേൺ അല്ലെ. അങ്ങനെയല്ല, നമ്മുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയത് വരെ പറയാൻ പറഞ്ഞാൽ പിന്നെ നമ്മളെ കിച്ചൺ ക്യാബിനറ്റ് ചീത്തായത് അള്ളഹാനോട് പറയാണ്ടിരിക്കണോ അല്ലെ, അതും പറയാം അല്ലെ. അതുപോലെ തന്നെ കുട്ടികൾ കോളേജിൽ പോണ കാര്യവും അവർക്ക് സീറ്റ് കിട്ടുന്ന കാര്യവും, ഫീസില്ലാണ്ട് കോളേജിൽ ഇപ്പോഴെന്താ കോളേജിലെ ഫീസിലെ ഭയങ്കര ഫീസല്ലേ. അപ്പൊ ഫീസില്ലാണ്ട് അഡ്മിഷൻ കിട്ടാനും, വാർദ്ധക്യകാലത്ത് രോഗമായിട്ട് കട്ടുമ്മ കിടന്നിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കാനും, ഇങ്ങനെ ടു സെറ്റ് കാര്യങ്ങൾ ഇതൊന്നും ഇപ്പം പറയുമ്പോൾ അന്നേരം ആ അറഫാന്റെ ദിവസത്തിൽ നമുക്ക് അങ്ങ് ഓർമ്മ ആയി എന്ന് വരൂല. അതുകൊണ്ട് ഫോണിലോ നോട്ട്സിലോ പിന്നെ കാർഡിലോ എന്തെങ്കിലും എഴുതി കൊണ്ടുപോയിട്ട് കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തവരുണ്ടെങ്കിൽ അവരുടെ പേരെഴുതി തന്നെ പ്രാർത്ഥിക്കണം അല്ലെ. പേര് പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. ഖത്താബ് റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹു ഒക്കെ പരസ്പരം അവര് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് സുന്നത്താണ്. പിന്നെ അവിടെ പ്രാർത്ഥന തന്നെ അല്ലെ, അസറസ്കാരം വരെ അവിടെ നിസ്കരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ദുആ ചെയ്യണം. ദുആ ചെയ്ത് മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനാകുമ്പോ അവിടുന്ന് പോരും, പക്ഷെ മഗ്‌രിബ് നമസ്കരിക്കില്ല അല്ലെ. അതാണ് അവിടുത്തെ ഒരു ചിട്ടവട്ടങ്ങൾ. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാനോ അല്ലെ. അല്ലാഹുമ്മ ദഖലി ജന്നാത്തിൽ ഫിർദൗസി ബിഗൈരി ഹിസാബ്, പഠിച്ചോനെ
വിചാരണ കൂടാതെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കണേ. മാ റസൂലില്ലാഹി വഅഹ്ലിഹി വസ്വഹബിഹി, അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം സഹാബിമാരോടൊപ്പം മാ അഹ്ലി മൻ അഹബ്ബത, അല്ലേ? അതുപോലെ നമ്മളെ കുടുംബത്തിനെയും നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരോടൊപ്പം നമ്മളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്നൊക്കെ നമുക്ക് ദുആ ചെയ്യാം, അല്ലെ? അവലൽ ജന്നത്തിൽ ഹുൽദി, അതായത് ഏറ്റവും ടോപ്പിലെ ജന്നത്തിലെ ഹുൽദി, സ്ഥിരതാമസം, അതിനു വേണ്ടിയിട്ടും ദുആ ചെയ്യാം. പിന്നെ അല്ലാഹുമ്മ അഹ്സിൻ ഖൽഖി വഅഹ്സിൻ ഖുൽഖി, പഠിച്ചോനെ നീ എന്റെ സ്വഭാവം വളരെ നന്നാക്കിയിട്ടല്ല, എന്റെ രൂപം നീ വളരെ ഭംഗിയുള്ളതാക്കിയിട്ടുണ്ട്, അല്ലെ? അതുപോലെ നീ സ്വഭാവം നന്നാക്കി തരണേന്ന് ദുആ ചെയ്യാം, അല്ലെ? അങ്ങനെ മാ റസൂലില്ലാഹി, അള്ളാഹു അതുപോലെ അള്ളാഹു ജല്ല ഭൂമിയിലേക്ക് എത്തി നോക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിന് ഒരുപാട് ഫളായിലുകൾ പറഞ്ഞതിൽ ഒന്ന് ഹൈറു ദുആ, ഏറ്റവും നല്ല ദുആ ആണ്. അഫ്ളലു അയ്യാമ, ഏറ്റവും നല്ല ദിവസമാണ്. മാത്രമല്ല അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് താഴേക്ക് എത്തി നോക്കും പോലെ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് ഭയങ്കര കിബറിൽ അഭിമാനത്തോടെ പറയും, കണ്ടീലേ എന്റെ അടിമകൾ നഖം വെട്ടാണ്ട്, കാരണം ഒന്നിനു മുമ്പേ ദുൽഹജ്ജ് ഒന്നിന്റെ മുമ്പേ ആയിരിക്കും നഖം വെട്ടിയിട്ടില്ലല്ലേ, മുടി ചീകാണ്ട് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാണ്ട് മണക്കുന്ന സോപ്പുകളൊന്നും ഉപയോഗിക്കാണ്ട് കുളിച്ച്, അങ്ങനെ ഒരു കുളി നമുക്ക് ഇല്ലാലോ, അല്ലേ? നല്ല നല്ല സോപ്പുകളൊക്കെ തേച്ചല്ലേ കുടിക്കുന്നല്ലേ? പൊടി പുരണ്ട് ക്ഷീണിച്ച് തളർന്ന് നാട്ടിലെ കോടീശ്വരൻ യൂസുഫ് അലി ആയാലും ശരി, സൗദി രാജാവായ സൽമാൻ രാജാവായാലും ശരി, എല്ലാരും ഇതേ രീതിയിൽ തന്നെയല്ലേ ഹാജരാകേണ്ടത്? ആ അറഫാ മലയില് ഈ ഒരു ടോണിൽ തന്നെ ആണല്ലോ നിക്കണ്ടില്ലേ? പൈസക്കാരാണ്, ഓർക്ക് വേറൊരു കാറ്റഗറി, അല്ലെങ്കിൽ ഓർക്ക് പട്ടിന്റെ തുണി, അല്ലെങ്കിൽ ഓർക്ക് നല്ല ഡ്രസ്സ് ഇടാം, അങ്ങനെ അല്ലെ? ഒരു നല്ലൊരു ചെരുപ്പ് പോലും ധരിക്കാൻ പറ്റൂല, അല്ലെ? പണ്ഡിതനായാലും ശരി, പാമരനായാലും ശരി, അല്ലെ? ആർക്കും അവിടെ ഒരു വാല്യൂ ഇല്ലല്ലോ, ആരും ഒരേപോലെ ഒരേ യൂണിഫോമിൽ, അല്ലെ? അറ്റ്ലീസ്റ്റ് വൃത്തിയുള്ള ഒരു ഭംഗിയുള്ള ഒരു ചെരുപ്പ് പോലും ധരിക്കാനുള്ള ഒരു വകുപ്പ് അവിടെ ഇല്ല. ചെരുപ്പിനും ഉണ്ട് പല കണ്ടീഷൻസും, അല്ലെ? അപ്പൊ എന്നിട്ട് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ അഭിമാനത്തോട് പറയും പോലെ, എന്റെ അടിമകൾ വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഞാൻ അവർക്കെല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു. മലക്കുകളോട് വലിയ കിബറിൽ വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണല്ലേ. അതായത് അവര് മനുഷ്യന്മാരെ സൃഷ്ടിച്ചോക്കുന്നു പറഞ്ഞപ്പോ അള്ളാഹിനോട് ചോദിക്കണല്ലോ, പിന്നെ ഭൂമിയിലേക്ക് രക്തം ചീന്താനും കച്ചറ ഉണ്ടാക്കാനും ഒക്കെ ആണോ നിങ്ങൾ ഭൂമിയിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുവരുന്ന? ആ ഒരു ചോദ്യത്തിന്റെ മറുപടി ആയിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരം പറയുന്നത്, അല്ലെ? അപ്പോ ആ പരിശുദ്ധ ഗേഹം സന്ദർശിക്കാൻ ആഗ്രഹമുള്ളവരും വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും ഹജ്ജ് ചെയ്യാൻ നാഥൻ തുണയ്ക്കുമാറാകട്ടെ, അല്ലെ? പോയോലും പോയിട്ട് പിന്നെയും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ല പോകാത്തവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സെക്കൻഡ് ഹജ്ജ് എന്ന് പറയുന്ന, പണ്ടൊക്കെ പറയും അങ്ങനെ ഹജ്ജ് ചെയ്യണ്ട, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അങ്ങനെ ഒരാൾ ഒരു സെക്കൻഡ് ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം എന്ന് വെച്ചാൽ, ഒന്ന് ചെയ്ത വ്യക്തിക്ക്, ഇപ്പൊ ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടും. ഇനിയിപ്പോ ഞാൻ ആർക്കാണോ ചെയ്യുന്നത്, എന്റെ വല്യപ്പൊക്കാണ് ചെയ്യുന്നതെങ്കിൽ ആ വല്യപ്പൊക്കെ അതിന്റെ കൂലി കിട്ടും. എനിക്ക് ആരാണോ കാശ് തന്ന, ഹസ്ബൻഡാണോ ഉപ്പയാണോ ഗ്യാസ്, അവർക്കും കിട്ടും, അല്ലെ? അപ്പൊ ഒരു സെക്കൻഡ് ഹജ്ജിന് 3 പ്രതിഫലാണ്, അല്ലെ? അത് നോക്കണം. അതുപോലെ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഓഫറുകൾ, പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഹജ്ജ് ചെയ്യാൻ ഉപയോഗിച്ച പൈസ അല്ലാഹു സുബ്ഹാനഹു വതആല തിരികെ നമ്മളെ കയ്യിൽ ഏൽപ്പിക്കൂലേ? ഹജ്ജിനും ഉംറക്കും ഒന്നും ചെലവാക്കുന്ന പൈസ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്നാ പറയുന്നത്, അല്ലെ? പിന്നെ പിശാജ്, അതായത് ഒരു 60 പിശാജ് ഭയങ്കരമായിട്ട് കരയും. 4-മത്തെ അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, പിശാജ് കരയും അത്രേ. അതായത് 60-80 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യന് പിശാജ് പിന്നാലെ നടന്ന്, പിശാജിന്റെ കൂട്ടാളികളും, അല്ലെ, പരിശ്രമിച്ച് തെറ്റ് ചെയ്യിപ്പിച്ച് ഓനട്ട് അലാക്കിന് അവലും കഞ്ഞാക്കി വെച്ചത്. എന്നിട്ട് ആ മനുഷ്യനെ റജ കയോമിയും വലതത്ഹു ഉമ്മുഹു എന്ന് പറഞ്ഞ പാകത്തില് അത്രയ്ക്ക്
സ്ഫുടമായ രീതിയിൽ സ്ഫുടമാക്കി ശുദ്ധി ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ പിശാചിന് ഭയങ്കര സങ്കടം. അറഫാ ദിനം എന്ന് പറയുന്നത് തന്നെ പിശാചിന് ഇഷ്ടമില്ല അല്ലെ. കാരണം പിശാചിന്റെ ഒരുപാട് വർക്കിന്റെ റിസൾട്ടാണ് നമ്മളെ ജീവിതം എന്ന് പറയുന്നത്. ഒരുപാട് തെറ്റുകൾ നമ്മൾ ഓരോരുത്തരെ കൊണ്ട് മനസ്സിൽ ദുഷിച്ചത് വിചാരിക്കുന്നതോ, ആരെങ്കിലും ധിക്കരിക്കുന്നതും, കടം തന്നിട്ട് തിരിച്ചു കൊടുക്കാത്തത്, എന്തെല്ലാം വ്യഭിചാരമായാലും കൊള്ളായാലും കൊലയായാലും ഒക്കെയും എല്ലാത്തിന്റെ ടോട്ടൽ സമ്മാണ് പിശാചിന്റെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. ഇതൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ഒരു ഹർഫ് ലൊഹർ മുതൽ അസർ വരെ ദുആ ചെയ്തിട്ട് ഇതൊക്കെ അങ്ങനെ മനുഷ്യൻ ഒരു ഉമ്മ ജനിച്ച പൈതലിനോളം പവിത്രമായ രീതിയിൽ മടങ്ങാന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഇതിങ്ങ് പറ്റുമോ? എല്ലാം ഇത്രയും കൊല്ലത്തെ അധ്വാനം വൃഥാവിലായി പോവൂലേ? വെറുതെ അല്ലേ ഇബ്ലീസ് കരഞ്ഞു ഓടുന്നു. ഇബ്ലീസിന് തീരെ പറ്റാത്തൊരു ദിവസമാണ്. മാത്രമല്ല ചില ആളുകൾ അല്ലേ ചെന്നപാട് പിന്നെ ഞാൻ ഈ ഒരു വിഷയം തെരഞ്ഞെടുക്കാനുള്ള കാരണം, ഞാനൊക്കെ പറഞ്ഞല്ലോ, ഞാനിപ്പോ 11 കൊല്ലം മുമ്പ് പോയപ്പോ എനിക്കത് എപ്പം ദുആ ചെയ്യണം എന്നൊന്നൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. നമ്മളൊരു 8 മണിയാകുമ്പത്തിന് അവിടെ എത്തുകയും ചെയ്തു. അപ്പോഴേ ദുആ ചെയ്യാൻ തുടങ്ങി. ദുആ ചെയ്ത് ലൊഹറിന് ശേഷാകുമ്പത്തിനൊക്കെ ഒരു ക്ഷീണം, കുഴക്ക്, അങ്ങനത്തെ ബിരിയാണിയും തിന്ന് അതിന്റെ ഒരു ആലസ്യം കൂടി വന്നു. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു പണ്ഡിതന്റെ ക്ലാസ് കേട്ടതിൽ ചില ആളുകൾ ചെന്നപാടെ ദുആ തുടങ്ങി ചെല്ലി ഉച്ച ആകുമ്പോഴേക്ക് ക്ഷീണിച്ച് ബിരിയാണിയും തിന്ന് മയങ്ങി അവിടെ കിടന്നു പോകുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും എന്താകരുത്, ഉച്ചക്ക് ശേഷമുള്ള പ്രാർത്ഥന കൈവിട്ടു പോകരുത്. ഉച്ചക്ക് ശേഷമാണ് പ്രാർത്ഥിക്കേണ്ടത്. അത് പറയാനാണ് ഞാൻ പ്രത്യേകം ഒന്ന് ഇതിനായിട്ടൊരു ക്ലാസ് വെച്ചത്. കാരണം എനിക്കൊക്കെ അബദ്ധം പറ്റി പോയിട്ടുണ്ടല്ലേ. നമുക്കൊന്നും അങ്ങനെ അത്രക്ക് ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞു തരാനുള്ള ക്ലാസ്സുകളൊന്നും അവൈലബിൾ ആയിരുന്നില്ല അല്ലെ. അതുകൊണ്ട് ചെന്ന ഉടനെ വേണമെങ്കിൽ ലുഹ നമസ്കരിച്ച് നമുക്ക് അവിടെ കിടക്കുകയോ ഓതുകയോ ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഫ്രഷപ്പ് ആയിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് നമുക്ക് ദുആ തുടങ്ങാം അല്ലെ. അതായത് ദുആ നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി അല്ലെ. ആരെല്ലാമാണോ ഹജ്ജിന് വന്നത് അവന്റെ ദുആയും അള്ളാഹു സ്വീകരിക്കും. അവൻ ആർക്കെല്ലാം വേണ്ടി ദുആ ചെയ്തുവോ അത് അവൻ അള്ളാഹുവിന്റെ അതിഥികളാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ അതിഥികളാണ്. അപ്പൊ അവരുടെ ദുആയും സ്വീകരിക്കും. അവർ ആർക്കെല്ലാം വേണ്ടി ദുആ ചെയ്തുവോ അതും സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മോശവും വിചാരിക്കരുത്. പലരും നമ്മുടെ ബന്ധുമിത്രാദികൾ പോകുമ്പോൾ നമുക്ക് പലതും അവരെ ഏൽപ്പിക്കാം, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാം. പ്രശ്നം, അതിൽ തെറ്റൊന്നുമില്ല. പിന്നെ സലാത്ത് തൗബ നമസ്കരിക്കാം അല്ലെ. നമുക്ക് അവിടെ വെച്ചിട്ട് തൗബ നമസ്കാരം, അതുപോലെ കുറേ പാപമോചന ദുആകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതും ഈ വീഡിയോന്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കാം. പാപമോചന ദുആകളും സാധാരണ നമ്മള് അല്ലാഹുമ്മ അൻത റബ്ബി എന്നുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ, അതെല്ലാവരും രാവിലെയും വൈകുന്നേരം ചെല്ലുന്നതാണ്. അതല്ലാണ്ടും പിന്നെ ഒരുപാട് ഫളായിലുകളുള്ള ദുആകളുണ്ട്. അതും തൗബയുടെ ദുആ, അങ്ങനെ കുറച്ച് ദുആകളുണ്ട്. അതും കൂടെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പോകുന്നവർക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അത് സ്റ്റാർ ഇട്ട് വെക്കുകയൊക്കെ ചെയ്തിട്ട് അത് ദുആ ചെയ്യാം അല്ലെ. പാവങ്ങൾ മുഴുവൻ പുറത്തു കൊടുത്തവനെ പോലെയാണ് ദുആ സ്വീകരിക്കാനുള്ള ദുആ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദുആക്കും ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ് ഉണ്ട് അല്ലെ. ഓരോ വ്യക്തികളും നമുക്കറിയാം, ഇന്ന വീട്ടിലുള്ള ഇന്ന ആളെ മോൻ, ഇന്ന ഹാജിയരെ മോനാണ് അല്ലെ, അയാൾ ഇന്ന ജോലിയിലാണ്, അയാൾ നല്ല നിറമുണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്, അയാൾ കല്യാണം കഴിച്ച് ഇന്ന വീട്ടിൽ, നമ്മൾ ഓരോ വ്യക്തിയെ കുറിച്ചും പറയൂലേ. അതുപോലെ തന്നെ എല്ലാ ദുആകൾക്കും അതിൻ്റെതായ ഫളായിലുകളും സ്പെഷ്യാലിറ്റികളും. ചില ദുആ ചെയ്താൽ അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കുന്നറിയുന്നില്ലേ. ചില ദുആ ചെയ്താൽ നമ്മൾ ദുആ ചെയ്ത കാര്യങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കും എന്നറിയുന്നുണ്ട് അല്ലേ. അങ്ങനെ ചില ദുആകൾക്ക് നമ്മുടെ പ്രയാസമേറിയ അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ പ്രവൃത്തികളെല്ലാം അല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസി ആക്കി കൊടുക്കും. അങ്ങനെ ഓരോ ഈച്ച് ആൻഡ് എവ്രി ദുആകൾക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് അല്ലെ. എൻ്റെ അഫ്ളൽ ദുആ എന്ന് പറയുന്ന ആ ദുആ ബുക്ക് ആ രീതിയിൽ എഡിറ്റ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമാണ്. കാരണം സാധാരണഗതിയിൽ എല്ലാവരും ദുആ എന്ന് പറയുന്ന കുറേ ദുആകൾ അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അതിൽ ദുആന്റെ ക്വാളിറ്റി ഉണ്ടാവില്ല. അതായത് ഈ ദുആ
ചൊല്ലിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കൊണ്ട് പറഞ്ഞിട്ടുള്ള കമന്റ്സ് അല്ല ഹദീസുകൾ ഉണ്ടാവൂല. അങ്ങനൊക്കെയാണ് സാധാരണ ദുആ. ഞാനതല്ല, ഓരോ ദുആകളുടെയും പ്രത്യേകതകളും ക്വാളിറ്റികളും അല്ലെ, ആ ദുആ എപ്പോഴും ആര് നിർവഹിച്ചു, ആ നിർവഹിച്ചാൽ നമുക്ക് എന്ത് ബെനിഫിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ എഴുതിയത് കൊണ്ട് അധികം ആളുകൾക്ക് ഒരു അഡിക്ഷൻ മാതിരിയാണ്. ആ ദുആ നോക്കി ബുക്ക് നോക്കി ഓതി കഴിഞ്ഞാൽ നമുക്കെല്ലാം, അതായത് നമുക്ക് സത്യവിശ്വാസികൾക്ക്, അവരുടെ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് നാട്ടിൽ അക്രമവും കലാപവും ഉണ്ടാവുമ്പോൾ ആ മുസ്ലിങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ, മക്കള് സൽക്കർമ്മികളാകാൻ, മക്കള് നമസ്കാരം നിലനിർത്താൻ, സ്വർഗത്തിലെ ഏറ്റവും ഉന്നത പദവികൾ ലഭിക്കുവാൻ, ഇബ്രാഹിം നബി ഓതിയിട്ടുള്ള ദുആകള്, പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം ഓതിയിട്ടുള്ള, അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ പേര് വെച്ച് അവർ ചെയ്തിട്ടുള്ള ദുആകള്, ആദം നബി അലൈഹി സ്വലാം പിന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പം ചൊല്ലിയിട്ട്, അങ്ങനെയുണ്ട് എല്ലാ ദുആകളുടെ പേരും അതിന്റെ ആവശ്യകതയും അതിന്റെ പിന്നെ പ്രതിഫലം കൂടെ അറ്റാച്ച് ചെയ്ത് വന്നത് കൊണ്ട് ഇപ്പൊ ആ ബുക്ക് തന്നെ ഒന്നും കൂടെ ഞാൻ റീപബ്ലിഷ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെ കൊടുത്താൽ 5-10 ഉറുപ്പ്യന്റെ ലാഭം ഉണ്ടാവും. കാരണം ഒന്നും ചെയ്യണ്ട, അതേപോലെ പ്രിന്റ് ചെയ്ത് വരും. പക്ഷെ എനിക്ക് തോന്നി ഇപ്പൊ ഒന്നുകൂടെ ഞാൻ 2-3 കൊല്ലം കൊണ്ട് പിന്നെയും കുറെ ദുആകൾ പഠിച്ചെടുത്തല്ലോ, അപ്പൊ അതൊന്നും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോ അത് മൊത്തത്തിൽ അതിന്റെ എഡിറ്റിങ്ങും മാറ്റം വരുത്തോണ്ട് പിന്നെ അത്രയും സംഖ്യ എനിക്ക് എക്സ്പെൻസ് വരും. എന്നാലും വേണ്ടിയില്ല, ഏറ്റവും നല്ല ആ ബുക്ക് എടുത്ത് ദുആ ചെയ്ത എല്ലാ ദുആകളും നമുക്ക് കിട്ടണം അല്ലെ, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നമ്മുടെ സാലിഹായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരട്ടെ. ഈ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ഓരോ സത്യവിശ്വാസികളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അവരിൽ നിന്ന് സ്വീകരിക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി നടക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഇനി ആരെല്ലാം ഹജ്ജിനും ഉംറക്കും പോകാൻ ആഗ്രഹിക്കുന്നുവോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധ ഗേഹം കാണാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.